ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നവംബർ മാസം 5-ാം തീയതി തിരുസഭയിൽ വിശുദ്ധരായ 2 വ്യക്തികളെ ഓർക്കുന്ന ദിവസമാണ്. വിശുദ്ധ സക്കറിയായും വിശുദ്ധ എലിസബത്തും. ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ പ്രത്യേക ജനനത്തിന് ദൈവം തിരഞ്ഞെടുത്ത മാതാപിതാക്കളായിരുന്നു സക്കറിയായും എലിസബത്തും. വിശുദ്ധമായ ജീവിതം അവർ നയിച്ചിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നുവെന്ന് തിരുവചനം അവരെക്കുറിച്ച് പറയുന്നു. ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരായി വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ദൈവം അവരെ കാണാതെ പോകില്ല. അവർക്ക് അർഹതപ്പെട്ടത് ഒരുപക്ഷെ അതിനേക്കാളേറെ നൽകാതിരിക്കില്ല എന്നതിൻ്റെ കൂടി സാക്ഷ്യമാണ് വിശുദ്ധ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ്. 8-ാം അധ്യായം 27-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കും. പിശാച് ബാധയുള്ള ഒരുവൻ ഈശോയെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. തിന്മ ഒരു മനുഷ്യനെ പിടിമുറുക്കി കഴിയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അവർക്കതൊരു പന്തികേടായോ ഒരു കുഴപ്പമായോ ഒന്നും അവർക്ക് തോന്നില്ല. ഇവിടെയും നമ്മൾ അതുതന്നെയാണ് കാണുന്നത്. പിശാച് ബാധിച്ച തിന്മയുടെ ആവേശത്തിലേക്ക്, തിന്മയുടെ പിടിമുറുക്കത്തിലായിപ്പോയ ഈ മനുഷ്യൻ മാന്യമായി വസ്ത്രം ധരിക്കാതിരിക്കുന്നു. വീടുകളിൽ താമസിക്കേണ്ടതിന് പകരം ശവക്കല്ലറകളിൽ കഴിയുന്നു. അനാവശ്യ ഉച്ചത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കുന്നു, സംസാരം ഉണ്ടാക്കുന്നു. അവനെ വിലങ്ങുകൾ കൊണ്ട് നിയന്ത്രിച്ചു എന്ന് പറയുന്നു. അവൻ്റെ നിയന്ത്രണങ്ങളൊക്കെ തകർത്ത് അവൻ പുറത്തു വരുന്നു എന്ന് പറയുന്നു. വിജന സ്ഥലത്തേക്ക് അവൻ പോകുന്നു. ആളുകളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നു. അതുപോലെ പൈശാചികമായ പേരുകൾ സ്വീകരിക്കുന്നു. ഇവിടെ അവൻ്റെ പേര് ലെഗിയോൻ എന്നാണ്. ഇന്നത്തെ തലമുറയിൽ ചിന്തിക്കുമ്പോഴും ഇതുപോലെ നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും സമാനമായ പ്രത്യേകതകളാണ് പുതുതലമുറയിലും പുതിയ രീതികളിലുമൊക്കെ നമ്മൾ കാണുന്നത്. അതൊരു പക്ഷേ ഫാഷൻ്റെ പേരിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, പുരോഗമന ചിന്തകളുടെ ചുവട് പിടിച്ച് ലഹരി എന്ന പിശാചിൻ്റെ അടിമത്തത്തിലൊക്കെ പെട്ട് നമ്മുടെ യുവതലമുറകൾ പലപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അവർ മാന്യമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് പൊതുസ്ഥലങ്ങളിൽ വരുന്നു. അവർ പലപ്പോഴും വീടിനേക്കാൾ മറ്റ് സ്ഥലങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അനാവശ്യ ബഹളങ്ങളും സംസാരങ്ങളും ഒച്ചപ്പാടുകളുമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവരെ ആർക്കും നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്ത രീതിയിൽ അവർ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നു. ആരെങ്കിലും അവരെ ഉപദേശിക്കാൻ ചെന്നാൽ അതിനെ തന്തവൈവ് എന്ന പുതിയ പേര് വിളിച്ച് നിങ്ങളെന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൂടെ എന്ന് ചോദിക്കുന്നു. അതുപോലെ അവർക്ക് പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും മറ്റുള്ളവരിൽ നിന്ന് മാറി വിജന സ്ഥലത്തേക്ക് പോകാനും ഒക്കെയാണ് താല്പര്യം. പലപ്പോഴും ഇത്തരം കൂട്ടരുടെ പേരുകൾ പോലും പൈശാചികത നിറഞ്ഞ, അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ള, അതിനോട് ബന്ധമുള്ള പേരുകളും അത് ഫാഷനാണെന്നും അത് പുതുമയാണെന്നും അതാണ് ട്രെൻഡ് എന്നും കരുതുന്ന ഒരു ചിന്താഗതി സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നു. ഈശോയാൽ സ്പർശിക്കപ്പെട്ട ഈ പിശാചി ബാധിതനായ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ വസ്ത്രം ധരിച്ച് ഈശോയുടെ അടുത്ത് വന്ന് ശാന്തനായിരുന്നു. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനും വേണ്ടത് അതാണ്. ഈശോയെ അറിയണം, ഈശോയാൽ സ്പർശിക്കപ്പെടണം. അപ്പോൾ ഈ മാന്യതയുടെ കാര്യങ്ങളെല്ലാം തിരിച്ചു വന്ന് ഈശോയുടെ അടുത്ത് ഇരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ യുവതലമുറ പ്രത്യേകിച്ച് ഇത്തരം തിന്മയുടെ സ്വാധീനങ്ങളിൽപ്പെട്ട് ഇത്തരം ലക്ഷണങ്ങളോടെ പോകുന്നെങ്കിൽ നമ്മൾ കൂടുതൽ ജാഗരൂകതയോടെ വർത്തിക്കേണ്ട സമയമാണിതെന്നുകൂടി ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.